ഇന്ന് ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വളരെ ലാഭകരമായിട്ടുള്ളൊരു വീട്. ഉടമസ്ഥൻ പകുതി വില മാത്രം ചോദിക്കുന്ന നല്ലൊരു വീടാണ്. 2650 സ്ക്വയർ ഫീറ്റിൽ 10 സെൻറ്റ് സ്ഥലത്തിൽ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു വീട്. 2 എൻട്രൻസ് ഗേറ്റും അതുപോലെ തന്നെ ചുറ്റോട് ചുറ്റും കോമ്പൗണ്ട് വാളൊക്കെ കെട്ടി നല്ല മനോഹരമാക്കി എല്ലാ പണികളും പൂർത്തിയാക്കിയിരിക്കുന്ന നല്ലൊരു വീട്. ഇപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാം. ഇപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ വീഡിയോ കാണാൻ ശ്രമിക്കുമല്ലോ. ഇതുപോലെയുള്ള ലോ ബഡ്ജറ്റിൻ്റെ നല്ല നല്ല വീഡിയോകളാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. നല്ല നല്ല വീഡിയോകളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു 10 സെൻറ്റ് സ്ഥലത്തിൽ 2650 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. 4 നല്ല വലുപ്പമുള്ള ബെഡ്റൂംസും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയ വീടാണ്. ഇപ്പോൾ ഈ വീടിൻ്റെ ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ പാലാ ടൗണിൽ നിന്ന് 5 കിലോമീറ്റർ മാറി ഭരണങ്ങാനം ടൗണിൽ നിന്ന് കൃത്യം 2 കിലോമീറ്റർ മാത്രമേ ഈ വീട്ടിലോട്ടുള്ള ദൂരമുള്ളൂ. പ്രോപ്പറായിട്ട് ലൊക്കേഷൻ വരുന്നത് ഇടമറ്റമാണ്. ഇടമറ്റം പള്ളിക്കടുത്തായിട്ടാണ്. ഇടമറ്റം നാൽക്കവലയിൽ നിന്ന് വെറും 300 മീറ്റർ മാത്രമേ ഈ വീട്ടിലോട്ട് ദൂരമുള്ളൂ. അപ്പോൾ അത്രയും സൗകര്യത്തിനാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. നമുക്കിപ്പോൾ ഈ വീട്ടിൽ നിന്ന് നമുക്ക് പൈക ടൗണിലോട്ടൊക്കെ ഇറങ്ങാനാണെങ്കിലും ഈ പറഞ്ഞ പോലെ തന്നെ 4 കിലോമീറ്റർ താഴെ അകലമുള്ളൂ. 1 കിലോമീറ്ററിനുള്ളിൽ നമുക്ക് എല്ലാവിധ സൗകര്യങ്ങളും കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു എൻട്രൻസ് ഗേറ്റ്. നമുക്ക് ഇടത്തെ സൈഡിലായിട്ടും അങ്ങേ അറ്റത്തായിട്ടും ഒരു എൻട്രൻസ് ഗേറ്റ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ എൻട്രൻസ് ഗേറ്റ് കടന്ന് വരികയാണെങ്കിൽ നമുക്ക് വീടിൻ്റെ കോമ്പൗണ്ടിലോട്ട് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം ഒരു വീട്ടിലോട്ട് എന്തൊക്കെ ആവശ്യമായിട്ടുള്ള ഒരു ഫലവൃക്ഷങ്ങൾ വേണോ അതെല്ലാം ഈ വീടിൻ്റെ മുറ്റത്തെ സൈഡിൽ കൂടെ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. കായ്ക്കുന്ന റംബൂട്ടാൻ ഇപ്പോൾ ഉണ്ട്. അതുപോലെ തന്നെ മാവ്, സപ്പോട്ട അങ്ങനെയുള്ള എല്ലാ ഫലവൃക്ഷങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ മരുന്നിനാണെങ്കിലും ആര്യവേപ്പ് അങ്ങനെയുള്ള നല്ല നല്ല മരുന്നുകളുടെ ചെടികളും ഉടമസ്ഥൻ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ പുറമേ നിന്ന് കാണുമ്പോൾ നല്ലൊരു ഭംഗിയാണ്. അതിൻ്റെ ഇരട്ടി ഭംഗിയാണ് വീടിൻ്റെ ഇൻസൈഡ് വീഡിയോ കാണുമ്പോൾ. നമുക്ക് ഉടനെ തന്നെ വീടിൻ്റെ ഇൻസൈഡ് വീഡിയോ ആണ് ആദ്യമേ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു ഇൻസൈഡ് വീഡിയോ കാണുമ്പോൾ നമുക്ക് വില പറയാം. എങ്കിലേ നിങ്ങൾക്ക് ഈ വീട് എത്ര ലാഭകരമാണെന്ന് മനസ്സിലാവുകയുള്ളൂ. ഇപ്പോൾ ആദ്യമേ പറഞ്ഞിരുന്നു ഉടമസ്ഥൻ വളരെ നിസ്സാരമായിട്ടുള്ള വില മാത്രമാണ് ചോദിക്കുന്നതെന്ന്. നമ്മൾ ഏകദേശം ഒന്ന് കണ്ടു കഴിയുമ്പോൾ നമുക്ക് വില പറയുന്നതായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാകാനും എളുപ്പം. ഇപ്പോൾ നമുക്ക് ഉടനെ തന്നെ വീടിൻ്റെ ഇൻസൈഡ് വീഡിയോ കാണാം. ഇപ്പോൾ ഇതാണ് നമ്മുടെ കാർ പോർച്ചിലൊക്കെ ആണെങ്കിലും ധാരാളം ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ സിറ്റ് ഔട്ടൊക്കെ ആണെങ്കിലും നല്ല എൽ ഷേപ്പ് വരുന്ന നല്ലൊരു സിറ്റ് ഔട്ടാണ്. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ഇപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഒന്നും കൂടി ഒന്ന് പറയാം. 10 സെൻറ്റ് സ്ഥലത്തിൽ 2650 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. കൃത്യം ലൊക്കേഷൻ വരുന്നത് ഇടമറ്റമാണ്. ഇടമറ്റം പള്ളിക്ക് നിന്നാണെങ്കിലും വെറും 300 മീറ്റർ മാത്രമേ ഈ വീട്ടിലോട്ടുള്ള ദൂരം. ഭരണങ്ങാനം ടൗണിലോട്ടാണെങ്കിൽ വെറും 2 കിലോമീറ്റർ മാത്രമേ അകലമുള്ളൂ. അതുപോലെ തന്നെ പാലാ ടൗണിലോട്ടാണെങ്കിലും പൈക ടൗണിലോട്ടാണെങ്കിലും 4 കിലോമീറ്റർ മെച്ചമേ അകലമുള്ളൂ. ഇപ്പോൾ അത്രയും സൗകര്യത്തിന് ഒരു 2-3 ടൗണിൻ്റെ നടുവിലായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ വിശാലമായിട്ടുള്ളൊരു ബാൽക്കണിയൊക്കെയാണ്. നമുക്ക് ഈ വീടിൻ്റെ ഫുൾ വീഡിയോ കാണിക്കുന്നുണ്ട്. വീടിൻ്റെ ഇൻസൈഡ് വീഡിയോ എല്ലാം കാണിക്കുന്നുണ്ട്. നമുക്കപ്പോൾ ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിൽ നിന്നൊക്കെയുള്ളൊരു കാഴ്ചയൊക്കെ കണ്ട് നമുക്ക് വീടിൻ്റെ ഇൻസൈഡിലോട്ട് പ്രവേശിക്കാം. അപ്പോൾ ഈ വീടിൻ്റെ ദർശനമാണെങ്കിലും കിഴക്ക് ദർശനത്തിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. നമുക്കപ്പോൾ ഈ വീടിൻ്റെ ഈ എൻട്രൻസ് ഗേറ്റും അതുപോലെ തന്നെ നമ്മുടെ ഈ ലിവിങ് ഹാളിലോട്ടുള്ള എൻട്രൻസിൻ്റെ ആയിട്ടുള്ള ഒരു വാതിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും കിഴക്ക് ദർശനത്തിൽ വരാൻ വേണ്ടിയാണ് ഉടമസ്ഥൻ ഈ സൈഡിലോട്ടായിട്ട് ഈ നമ്മുടെ ലിവിങ് ഹാളിലോട്ട് ഉള്ള വാതിൽ നമ്മൾ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാ വാസ്തുശാസ്ത്ര പ്രകാരമാണ് ഈ വീട് പണിതിരിക്കുന്നത്. ഇപ്പോൾ ഇതാണ് നമ്മുടെ ലിവിങ് ഹാള്. നല്ല വലിപ്പമുള്ള ലിവിങ് ഹാള്. ലിവിങ് ഹാളിലാണെങ്കിലും 3 വെച്ച് 6 ജനൽപ്പാളികൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു ഉടമസ്ഥൻ താമസിക്കാൻ വേണ്ടി വാസ്തുശാസ്ത്ര പ്രകാരം മാത്രമാണ് ഈ വീട് പണിതിരിക്കുന്നതെന്ന്. അപ്പോൾ അത് നിങ്ങൾക്ക് കൂടുതൽ ഈ വീഡിയോൻ്റെ ഇൻസൈഡ് വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും. ഇപ്പോൾ ഇവിടെയൊക്കെ ആണെങ്കിലും നല്ല ചെറിയ നല്ല ഫാഷൻ ലൈറ്റുകൾ നല്ല വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് നമ്മുടെ ഡൈനിങ് ഹാള് വരുന്നത്. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. നല്ലൊരു വലിപ്പമുള്ളൊരു ഡൈനിങ് ഹാളാണ്. ഇവിടെയാണെങ്കിൽ നമുക്ക് കാണാം 4 ജനൽപ്പാടികൾ കൊടുത്തിട്ടുണ്ട്.
ഇപ്പോൾ നമ്മൾ കാണുന്നത് രണ്ടാം നിലയിലോട്ട് പോകുന്നതിൻ്റെ സ്റ്റെയറാണ്. അപ്പോൾ അതിൻ്റെ അടിയിലാണെങ്കിലും ചെറിയൊരു സ്പേസ്, നമുക്ക് എന്തെങ്കിലുമൊക്കെ കീപ്പ് ചെയ്യാനൊരു സ്പേസ് ഉണ്ട്. അപ്പോൾ ഇതാണ് നല്ല ലൈറ്റുകൾ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ലിവിങ് ഹാളിലും അതുപോലെ ഡൈനിങ് ഹാളിലും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വാഷ് ഏരിയ നമ്മൾ കണ്ടു. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞത്, ഒരു എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ നമുക്ക് കീപ്പ് ചെയ്യാനൊക്കെ ആണെങ്കിലും നമുക്ക് അവിടെ ഒരു ചെറിയൊരു സ്പേസ് ഉണ്ട്. അതൊരു നല്ല കാര്യമാണ്. അങ്ങനെ ഒരു സ്പേസ് ഇട്ടിരിക്കുന്നത് നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നു. അപ്പോൾ ഇതാണ് നല്ല വർക്കുകൾ കാര്യങ്ങൾ. നമ്മുടെ വാഷ് ഏരിയ കണ്ടു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമിലൊക്കെ ആണെങ്കിലും എല്ലാം കബോർഡ് വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. നല്ല വലുപ്പമുള്ള ബെഡ്റൂംസാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും നല്ല വലുപ്പമുണ്ട് ബെഡ്റൂംസിനൊക്കെ ആണെങ്കിലും. ഫുള്ള് അറ്റാച്ച്ഡ് ബാത്റൂമാണ്. 4 ബെഡ്റൂം എന്ന് പറഞ്ഞാലും അറ്റാച്ച്ഡ് ബാത്റൂമാണ്. അതുപോലെ തന്നെ ജനൽപ്പാളികളാണെങ്കിലും 4 വെച്ച് 8 ജനൽപ്പാളികൾ വരുന്നുണ്ട്. ഇപ്പോൾ 2 സൈഡിലായിട്ട് ജനൽപ്പാളികൾ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്രാൻഡ് മെറ്റീരിയലൊക്കെ ഉപയോഗിച്ച് പണിതിരിക്കുന്ന അറ്റാച്ച്ഡ് ബാത്റൂമാണ് നമ്മളിപ്പോൾ വീഡിയോയിൽ കാണുന്നത്. നല്ല വലിപ്പമുള്ള ബെഡ്റൂംസാണ് ഈ വീടിന് വരുന്നത്. അതുപോലെ തന്നെ അതിനൊത്ത അറ്റാച്ച്ഡ് ബാത്റൂമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ നമുക്ക് ഫുൾ വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും എന്തുകൊണ്ട് നല്ലൊരു ലക്ഷറി വീടിൻ്റെ ഒരു സ്റ്റൈല് ലുക്കാണ് ഈ വീടിന് വരുന്നത്. അപ്പോൾ ഉടമസ്ഥൻ ചോദിക്കുന്ന വിലയാണെങ്കിൽ ആദ്യമേ നമുക്ക് പറയാം, വെറും 62 ലക്ഷം രൂപ മാത്രമാണ് ഉടമസ്ഥൻ ഇത്രയും സൗകര്യപ്രദമായിട്ടുള്ള ഈ വീടിന് ഉടമസ്ഥൻ ചോദിക്കുന്നത്. വെറും 62 ലക്ഷം രൂപ. വിലയിൽ മാറ്റം വരുത്തുമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടു നല്ല വലിപ്പമുള്ള ബെഡ്റൂംസിലെല്ലാം കബോർഡ് വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ കാണാൻ നമുക്ക് ഡ്രസ്സിങ് ഏരിയ ഒക്കെ ഉണ്ട്. അവിടെയും കബോർഡ് വർക്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു രീതിയിൽ തന്നെയുള്ള ബാത്റൂംസാണ്. എല്ലാം അറ്റാച്ച്ഡ് ബാത്റൂമാണ് 4 ബെഡ്റൂമിനും വരുന്നത്. ഉടമസ്ഥൻ ചോദിക്കുന്ന വില നമ്മൾ എടുത്തു പറഞ്ഞു, 62 ലക്ഷം രൂപ മാത്രമാണ് ഇത്രയും സൗകര്യപ്രദമായിട്ടുള്ള വീടിന് ഉടമസ്ഥൻ ചോദിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർക്കാണെങ്കിൽ നേരിട്ട് വന്ന് കണ്ട് സംസാരിച്ച് വിലയിലൊക്കെ മാറ്റം വരുത്താം. ഈ വീട് സ്വന്തമാക്കാവുന്നതാണ്. നമുക്കിപ്പോൾ വീടിൻ്റെ ബാക്കി ദൃശ്യങ്ങളും കൂടി ഒന്ന് കണ്ടു നോക്കാം. നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു വീട് പണി തീർത്തിരിക്കുന്നത് വാസ്തുശാസ്ത്രപ്രകാരം മാത്രമാണെന്ന്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ കിച്ചണ് വർക്ക് ഏരിയയൊക്കെ നമുക്ക് കാണാം. ഇപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ചെറിയൊരു ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നൊരു കിച്ചണ് വർക്ക് ഏരിയയാണ്. ഇപ്പം അത്യാവശ്യം നമുക്ക് സൗകര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾക്ക് അങ്ങേ മൂലയ്ക്ക് വരുന്ന റൂമിൻ്റെ അതിലും ചെറുതായിരിക്കണമെന്ന ഒരു ശാസ്ത്രപ്രകാരമാണ് ഉടമസ്ഥൻ ഈ രീതിയിൽ പണിതിരിക്കുന്നത്. അതപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അത്യാവശ്യം വേണ്ട സൗകര്യങ്ങൾ വേണ്ട രീതിയിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇവിടെയാണെങ്കിലും നമ്മുടെ കിച്ചണ് വർക്ക് ഏരിയ ഒരു ചെറിയ രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണെങ്കിലും കബോർഡ് വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന ഈ ഒരു ഭിത്തി വേണമെങ്കിൽ മാറ്റി നമുക്കൊരു ഒറ്റ ഒരു ഇതായിട്ട് വേണമെങ്കിൽ നമുക്ക് ആക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിന് 2ാം നിലയിലാണെങ്കിൽ നല്ല വലുപ്പമുള്ളൊരു വർക്ക് ഏരിയ പോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതും ഉപയോഗിക്കാവുന്നതാണ് വർക്ക് ഏരിയ ആയിട്ട്. അപ്പോൾ ഇതാണ് നമുക്കിവിടെ വേണമെങ്കിൽ അത്യാവശ്യം സാധനങ്ങളൊക്കെ കീപ്പ് ചെയ്യാനൊക്കെ നമ്മളൊരു ചെറിയൊരു സ്റ്റോർ പോലെ, അല്ലെങ്കിൽ കിച്ചണിലോട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് അവിടെ കീപ്പ് ചെയ്യാവുന്നതാണ്. അതിനുള്ള സൗകര്യം അവിടെയുണ്ട്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ 2nd ഫ്ലോർ ഒന്ന് കണ്ടു നോക്കാം. അതിനു മുമ്പായിട്ട് മൊത്തത്തിൽ നമ്മുടെ ഡൈനിങ് ഹാള്, ലിവിങ് ഹാള്, ബെഡ്റൂംസ് 2 എല്ലാം നമ്മൾ കണ്ടു. നല്ല വലുപ്പമുള്ള നല്ല സൗകര്യമാണ്. അപ്പോൾ ഇതാണ് നമ്മൾ 2ാം നിലയിലോട്ട് കയറുകയാണ്. നമ്മളതിനുള്ള സ്റ്റെയറാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെയും ഇപ്പോൾ നമ്മൾ ഈ കാണിച്ച വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഒന്നും കൂടെ പറയാം. 10 സെൻറ്റ് സ്ഥലത്തിൽ 2650 സ്ക്വയർ ഫീറ്റിൽ 4 നല്ല വലുപ്പമുള്ള ബെഡ്റൂംസ്, അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി എല്ലാ പണികളും പൂർത്തിയാക്കിയ നല്ലൊരു വീട്. 1 വർഷം മാത്രമേ ഉടമസ്ഥൻ ഈ വീട്ടിൽ താമസിച്ചുള്ളൂ. ഇപ്പോൾ ഈ വീടിൻ്റെ ഉടമസ്ഥനാണെങ്കിലും ഒരു അധ്യാപകനാണ്, സാറാണ്. അപ്പോൾ സാറ് ഏകദേശം 1 വർഷം ഇവിടെ താമസിച്ചു. അപ്പോൾ സ്ഥലമാറ്റം കിട്ടിയത് കൊണ്ടാണ് ഉടമസ്ഥൻ ഇപ്പോൾ വളരെ കൂടുതലായതുകൊണ്ടാണ് ഈ നല്ല വീട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ വളരെ നിസ്സാരമായിട്ടുള്ള വിലയ്ക്കാണ് ഈ വീട് കൊടുക്കുന്നത്. ഇപ്പോൾ നമുക്ക് കാണാൻ 2ാം നിലയിൽ ഒരു ലിവിങ് ഹാൾ ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്പേസാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു നമുക്ക് 2ാം നിലയിലാണെങ്കിലും അത്യാവശ്യം ഒരു വർക്ക് ഏരിയ പോലൊരു നമുക്ക് കാണാൻ സാധിക്കുമെന്ന്. അപ്പോൾ ഇതാണ് നമുക്ക് അത്യാവശ്യം വർക്ക് ഏരിയ പോലെ ഒരു സൗകര്യങ്ങൾ ഈ 2ാം നിലയിൽ ഇവിടെ ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള സ്ലാബിലുള്ളൊരു വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗ്യാസ് സിലിണ്ടർ വെക്കാനാണെങ്കിലും ഒക്കെ സ്പേസ് ഉണ്ട്. 2ാം നിലയിൽ അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 2ാം നിലയിൽ നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂമാണ്. നല്ല വലിപ്പമുള്ള ബെഡ്റൂംസ് താഴത്തെ പോലെ തന്നെയാണ്, ഏകദേശം ആ സെയിം വലിപ്പം തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ ഡ്രസ്സിങ് ആയിട്ടൊരു സ്പേസ്, ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം കാണാം. നമ്മളിപ്പോൾ 2ാം നിലയെ പ്രവേശിക്കുമ്പോൾ നമുക്ക് 2ാം നിലയെ കാണാൻ സാധിക്കുന്നത്
രണ്ട് നല്ല വലുപ്പമുള്ള ബെഡ്റൂംസ്, അറ്റാച്ച്ഡ് ബാത്റൂം, അതുപോലെ തന്നെ ഒരു ഓപ്പൺ ആയിട്ടൊരു ലിവിങ് ഹാള് പോലെ ഒരു സ്പേസ് കാണാം. ഇപ്പോൾ പിന്നെ നമുക്ക് നല്ല ഒരു ബാൽക്കണി കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് നമുക്ക് ഓപ്പൺ ആയിട്ടൊരു സ്പേസ്, ഒരു ലിവിങ് ഹാള് പോലെ ഒരു ഓപ്പൺ ആയിട്ടൊരു സ്പേസ്. അതുപോലെ തന്നെ വേണമെങ്കിൽ നമുക്കിതൊരു ഡൈനിങ് ഹാള് അങ്ങനെ അതിനുള്ള സൗകര്യമുണ്ട്. ഒരു വാഷ് ഏരിയ പോലെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ മേടിക്കുന്നവരുടെ ഇഷ്ടമാണ്. നമുക്കിവിടെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു പ്രയർ റൂമൊക്കെ അവിടെ ആക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്, അറ്റാച്ച്ഡ് ബാത്റൂം. നല്ല വലിപ്പമുള്ള ബെഡ്റൂംസും അറ്റാച്ച്ഡ് ബാത്റൂമും ഈ വീടിൻ്റെ ഒരു കോമൺ ആയിട്ടുള്ളൊരു നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞത്. ഇവിടെ വേണമെങ്കിൽ ഒരു ലിവിങ് ഹാള് അല്ലെങ്കിൽ ഇപ്പോൾ കാണുന്ന ഒരു ഡൈനിങ് ഹാളാക്കി എടുക്കാം. ഇവിടെ ഒരു വാഷ് ഏരിയയും കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ മേടിക്കുന്നവരുടെ ഇഷ്ടം മാത്രമാണ്. ഞങ്ങളിപ്പോൾ ഒരു അഭിപ്രായം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നമുക്കപ്പോൾ ഈ വീടിൻ്റെ ബാൽക്കണി കാണാം. നല്ലൊരു വിശാലമായിട്ടുള്ളൊരു ബാൽക്കണിയാണ്. ഈ വീടിൻ്റെ മുകളിൽ നോക്കുമ്പോൾ, ബാൽക്കണിയിൽ നോക്കുമ്പോൾ നമുക്ക് ഈ പ്രദേശത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കുറേ വീടുകൾ നമുക്ക് കാണാം. അതുപോലെ തന്നെയാണെങ്കിലും നമുക്കൊരു നല്ലൊരു കാറ്റൊക്കെയാണ്. നല്ലൊരു രസമാണ് കേട്ടോ ഈ വീടിൻ്റെ ബാൽക്കണിയിൽ നിന്ന് നമുക്ക് സംസാരിക്കാനാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ബുക്ക് റീഡ് ചെയ്യാനാണെങ്കിലും ന്യൂസ് പേപ്പർ വായിക്കാനൊക്കെ ആണെങ്കിലും നല്ല വെളിച്ചമുണ്ട്. അങ്ങനെയൊക്കെ നല്ലൊരു രസമാണ്. ഇപ്പം നമ്മൾ കാണുന്നത് ഈ വീടിൻ്റെ മുറ്റത്ത് നട്ടുപിടിപ്പിച്ചിരിക്കുന്ന ഫലവൃക്ഷങ്ങൾ, അതുപോലെ തന്നെ മരുന്നുകൾ, ചെടികളൊക്കെയാണ്. മരുന്ന് ചെടികളൊക്കെ നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു. ഈ വീടിൻ്റെ പുറകുവശത്തൊക്കെ ആണെങ്കിലും ധാരാളം മരുന്ന് ചെടികളൊക്കെ ഉടമസ്ഥൻ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ റൂഫ് ഏരിയയിലോട്ട് പോകുന്ന ഒരു സ്റ്റെയർ. ഇപ്പോൾ അത് ഓപ്പൺ ആക്കി ഇട്ടിരിക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ റൂഫ് വർക്കും കൂടെ ചെയ്യുവാണെങ്കിൽ ഈ വീടിൻ്റെ ഭംഗി എന്ന് പറയുന്നത് ഈ പ്രദേശത്തെ ഏറ്റവും നല്ലൊരു വീടായിട്ട് വേണമെങ്കിൽ ഈ വീട് നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. ഇവിടെ റൂഫ് വർക്കും കൂടെ ചെയ്യുവാണെങ്കിൽ ഈ വീടിൻ്റെ ഭംഗി എന്ന് പറയുന്നത് ഇപ്പോൾ കാണുന്നതിലും ഇരട്ടിയായിരിക്കും. അപ്പോൾ നമുക്കറിയാം ഒരു വീടിൻ്റെ റൂഫ് വർക്കൊക്കെ ചെയ്യുവാണെങ്കിൽ എന്നാ ഒരു ഭംഗിയായിരിക്കുമെന്ന്. അതുപോലെ തന്നെ വീടിനാണെങ്കിലും നല്ലൊരു സുരക്ഷയൊക്കെയാണ്. താല്പര്യമുള്ളവർക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. അപ്പം നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു 1 വർഷം മാത്രമേ ഉടമസ്ഥൻ ഈ വീട്ടിൽ താമസിച്ചിട്ടുള്ളൂ എന്ന്. അപ്പോൾ സാറിന് സ്ഥലമാറ്റം ആയതുകൊണ്ട് മാത്രമാണ് സാർ ഈ വീട് വിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡ് കാണാം. ബാക്ക് സൈഡിലാണെങ്കിലും ധാരാളം കൃഷികൾ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സ്പേസ് ഉണ്ട്. അപ്പോൾ ഈ വീടിൻ്റെ ജലലഭ്യത ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഒരിക്കലും പറ്റിയില്ലാത്ത കുഴൽക്കിണർ വെള്ളം നമുക്ക് ഈ വീടിൻ്റെ ഇപ്പം ബാക്ക് സൈഡിലായിട്ട് നമുക്ക് കാണാം. ഈ വീടിൻ്റെ നേരെ പുറകിലായിട്ടാണ് കുഴൽക്കിണറുണ്ട്. നമുക്ക് വേണമെങ്കിൽ അവിടെ കിണർ കുത്താനൊക്കെ ആയിട്ടാണെങ്കിൽ സ്പേസ് ഉണ്ട്. അപ്പോൾ ഈ കാണുന്ന ഇതിൻ്റെ പുറത്ത് ഈ സൈഡിൽ ഈ കാണുന്നതാണ് വാഷ് ഏരിയ ഉണ്ട്. അതിൻ്റെ ഇപ്പുറത്തായിട്ട് കുഴൽക്കിണറുണ്ട്. അപ്പോൾ അവിടെ വേണം നമുക്ക് കിണർ വേണമെങ്കിലും നമുക്ക് സ്ഥാനമുള്ളതാണ്, കുത്തുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഈ കാണുന്ന സ്പേസിൽ ധാരാളം കൃഷികൾ അല്ലെങ്കിൽ നമുക്ക് ഒരു വീട്ടാവശ്യത്തിനായിട്ട് എന്തൊക്കെ സാധനങ്ങൾ വേണം അതെല്ലാം കൃഷി ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങളുണ്ട്. ഇതാണ് നമ്മുടെ കുഴൽക്കിണർ എന്ന് പറഞ്ഞത്. ഒരിക്കലും വെള്ളം പറ്റിയാത്ത കുഴൽക്കിണറാണ്. ഈ കുഴൽക്കിണറിനാണെങ്കിൽ ഇൻസൈഡ് ആയിട്ടുള്ള മോട്ടറല്ല കൊടുത്തിരിക്കുന്നത്, പുറമേ നിന്ന് മാറ്റിയാണ് കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല താഴ്ചയിലുള്ള നമുക്ക് നല്ല വെള്ളം തന്നെ കിട്ടും. അപ്പോൾ ഈ വീടിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും കൂടി പറയാം. 10 സെൻറ്റ് സ്ഥലത്തിൽ 2650 സ്ക്വയർ ഫീറ്റ്, 4 നല്ല വലിപ്പമുള്ള ബെഡ്റൂംസ്, അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയ വീട്. ഇടമറ്റമാണ് ലൊക്കേഷൻ വരുന്നത്. ഉടമസ്ഥൻ ചോദിക്കുന്നത് വെറും 62 ലക്ഷം രൂപ മാത്രമാണ്.